ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാളുകളായി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണേ. ഞാൻ യു കെന്ന് ആണ് ഇവിടെ ഓസ്ട്രേലിയക്ക് വന്നത്. യു കെ എന്നൊക്കെ ഒരിക്കലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. പക്ഷേ കുറേ പേരുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും യു കെയിലാണെങ്കിലും നിന്ന് തല്ലുകൂടാ. യു കെ ആണ് നല്ലത്, ഓസ്ട്രേലിയയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് തല്ലുകൂടാ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റാണ്. നിങ്ങൾ യു കെ അലമ്പാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ സൂപ്പറാണ്, അല്ലെങ്കിൽ അപ്പോൾ യു കെയിൽ പറയുമ്പോൾ ഓസ്ട്രേലിയ അലമ്പാണ്, അവിടെ പാമ്പില്ലേ ചേമ്പില്ലേ, ഇങ്ങനെ പറഞ്ഞ കുറ്റപ്പെടുത്തലുകളാണ് മലയാളികൾ. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ മാത്രം യു കെ ഓസ്ട്രേലിയയാണ് മെയിനായിട്ട് നടക്കുന്ന ഒരു ഇത് കാണുന്നത്. അല്ലാണ്ട് കൂടുതലുള്ളതുണ്ട്. ഇപ്പോൾ ഗൾഫ് കൺട്രീസും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അവിടെ താമസിക്കുന്നവരും ഇവിടെ നിന്നെങ്കിലും ഗൾഫിൽ ടാക്സ് ഇല്ല, അവിടെ സ്വർഗ്ഗമാണ്. യൂറോപ്പിലെ ആൾക്കാർ പറയും നിങ്ങൾക്ക് അവിടെ PR കിട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുപിടുത്തണം, അങ്ങോട്ട് ഇങ്ങോട്ട് ചെളിവാരേറിയിലാണ്. ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല. വല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ. ഒരു കോമഡി പീസുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചെളി വാരി എറിയണ ആളുകൾ. എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നാട് വിട്ട് ഓടേണ്ട വന്ന ആൾക്കാരാണ്. സ്വന്തം നാട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാണ്ട്, അവിടെ ജോലി ചെയ്യാൻ പറ്റാണ്ട്, അവിടെ നിലനിൽക്കാൻ പറ്റാണ്ട്, അവിടെ നമ്മുടെ അപ്പനമ്മമാരെ അവിടെ വിട്ടിട്ട് നമ്മളൊരു അന്യദേശത്ത് വന്നിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തം പ്രകാരം ഇഷ്ടപ്രകാരം തന്നെയായിരിക്കും പോയത്. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് പോണത്. പക്ഷേ നമ്മൾ നല്ല ജീവിതം നിലവാരം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ മാറുന്നത്. ഞങ്ങളാണ് നല്ലത്, നിങ്ങളെക്കാളും നല്ല രീതിയിൽ ഞങ്ങളാണ് ജീവിക്കണേ എന്ന് ആരെ കാണിക്കാനാണ്? ആരെ ഷോ കാണിക്കാനാണ്? മറ്റേ നമ്മൾ ഈ പറയണ പോലെ അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കുട പിടിക്കുന്നു പറയല്ലോ, ആ സംഭവമാണ്. ഇനിയെങ്കിലും നിർത്ത് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഈ തെറിവിളിയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തൊഴുത്തിക്കുത്തും. ഇതൊക്കെ നാട്ടിൽ 1000 രൂപ ഡെയിലി കൂലിക്ക് പണിയണവൻ്റെ അത്ര വില പോലും നമുക്ക് ഇവിടെ പറഞ്ഞവർക്കില്ല. നിങ്ങൾ മനസ്സിലാക്ക്. അവൻ അവിടെ സ്വന്തം നാട്ടിൽ അവൻ്റെ ഉത്സവങ്ങളും പെരുന്നാളുകളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒപ്പവും കൂട്ടുകാരന്മാരുടെ ഒപ്പവും ഒക്കെയാണ് ജീവിക്കണേ. നിങ്ങൾ യു കെയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലായിരിക്കും. നിങ്ങൾ അവിടെ സുഖമായിട്ട് ജീവിക്കും. മറ്റുള്ളവർ വളരെ താഴ്ന്ന രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് എടുത്തു കാണിക്കേണ്ട കാര്യം തെറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ വന്നു പെട്ടണ രാജ്യം വളരെ മോശപ്പെട്ട രാജ്യമാണ് എടുത്തു കാണിക്കേണ്ട ഒരു അവസ്ഥ എന്തിട്ടുള്ളത്. ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതുപോലെ UK മലയാളി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെയും ഇതുപോലെ ഇംഗ്ലണ്ടിലെ അച്ചായന്മാർ അങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പുകളിലൊക്കെയും ഇതാണ് ചർച്ച. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും സ്വർഗം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ സ്വർഗം വിട്ട് ഓടേണ്ടി വന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ സ്വർഗം, നമ്മൾ ജനിച്ച് വീണ മണ്ണായിരുന്നു നമ്മുടെ സ്വർഗം. ആ സ്വർഗം വിട്ട് ഓടേണ്ടി വന്നവരാണ് ഗൾഫിൽ ജോലി ചെയ്യണവരും നമ്മളും ഒക്കെ. പരസ്പരം തൊഴുത്തി കൂട്ട് ഇനിയെങ്കിലും നിർത്താം. താങ്ക് യു.